ഹലോ. ഇന്ന് 18-ാം തീയതി ആട്ടാ. ഇന്നത്തെ BTSൻ്റെ ബ്രില്യൻ്റ് ടെസ്റ്റ് സീരീസിൻ്റെ ഫസ്റ്റത്തെ ഓഫ്ലൈൻ എക്സാം ഞങ്ങൾക്ക് ഇന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇനി എല്ലാ മന്തിലും ഉണ്ടാവാനാണ് ചാൻസ് ഉണ്ടാവുക. അപ്പോൾ സൈലത്തിൻ്റെയും എല്ലാ ലാസ്റ്റ് വീക്കിൽ സൺഡേ ഉണ്ടാവാറ്. ഇത് രണ്ടും കൂടി ഒന്നിച്ച് വന്നാൽ പിന്നെ BTS എഴുതേണ്ടി വരും. കാരണം എനിക്ക് എക്സാം സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറവ് ഇപ്പം ബ്രില്യൻ്റ് പോകാനാണ്. അപ്പോൾ അത് എഴുതേണ്ടി വരും. ഏതായാലും ഞങ്ങൾക്ക് ഇപ്പോൾ ചാപ്റ്റർ വരുന്നത് ഞങ്ങൾക്ക് വർക്ക് എനർജി പവർ ഉണ്ട്, ലോസ് ഓഫ് മോഷൻ ഉണ്ട്, പിന്നെ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷന്, സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫ്. അടുത്തത് മറ്റേ P ബ്ലോക്ക് +1 വരുന്നുണ്ട്, അതുപോലെ +2 വരുന്നുണ്ട്. പിന്നെ തെർമോഡൈനാമിക്സ്, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. 3 ചാപ്റ്റേഴ്സാണ് ഉള്ളത് ഈ ഫസ്റ്റത്തെ ഓഫ്ലൈൻ എക്സാമിനുള്ളത്. അപ്പോൾ ഇവിടെ ഹാൾ ടിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, സ്റ്റുഡൻറ്റിൻ്റെ ID മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് OMRൽ സ്റ്റുഡൻ്റ് ID എഴുതിയാൽ നമുക്ക് ഹാൾ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 40 മിനിറ്റൊക്കെ ഉള്ളൂ എക്സാമിൻ്റെ സെൻറ്റർക്ക്. അപ്പോൾ മറ്റേ സൈലത്തൊക്കെ ആകുമ്പോൾ നമുക്ക് കോഴിക്കോട് എത്താൻ തന്നെ ഉണ്ടാവും ഒരു മണിക്കൂറിൻ്റെ മേലെ ഉണ്ടാവും. ബ്ലോക്കൊക്കെ വിടുകയാണെങ്കിൽ 1 മണിക്കൂറിൻ്റെ മേലെ ഉണ്ടാവും. അപ്പോൾ ഈസി ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതാണ് കേട്ടോ എക്സാം സെൻറ്റർ. ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല, കാരണം ഞാൻ അതിന് മുന്നേ ഈ സെൻറ്ററിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തതിന്. കാണാത്തവർക്ക് ആണെങ്കിൽ പ്ലേലിസ്റ്റിൽ ബ്രില്യൻ്റ് പാല എന്നുള്ള ഫോൾഡറിലുണ്ടാവും. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ സൈലത്തിലുള്ള അതേമാതിരിയല്ല കേട്ടോ. കാരണം സൈലത്തിൽ നമുക്ക് നീറ്റ് മോഡലിലല്ലേ ഇനി, ഇവിടെ 150 ക്വസ്റ്റ്യനാണുള്ളത്. അതായത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യനും കമ്പൽസറി ആയതുകൊണ്ട് തന്നെ ഉള്ളൂ, സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന മോഡൽ ക്വസ്റ്റ്യനൊന്നും ഇതിലില്ല. അതായത് 46-ാമത്തെ ക്വസ്റ്റ്യൻ എന്തേക്കാരം കെമിസ്ട്രി ആയിക്കാരം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 45 വരെ ഉള്ളൂ ഫിസിക്സ് 45, പിന്നെ കെമിസ്ട്രിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 5 ക്വസ്റ്റ്യന് അവിടെ ഇല്ല. ടോട്ടൽ 180 ക്വസ്റ്റ്യനാണ്. അപ്പോൾ ടൈം അതാണ് 3 മണിക്കൂറുള്ളത്. 1:30ക്ക് തുടങ്ങിയാണ്ട് 4:30 ആയപ്പോഴത്തേന് എക്സാം കഴിഞ്ഞിരിക്കണ്. പിന്നെ ഇവിടേക്ക് ഹാൾ ടിക്കറ്റൊന്നും കൊണ്ടുപോകണ ആവശ്യമില്ല, ഹാൾ ടിക്കറ്റൊന്നും വേണ്ട. അതായത് സ്റ്റുഡൻ്റ് ID എന്ന് പറയാണ്ട് ഒരു നമ്പർ ഉണ്ടാവും, അതാണ് നമ്മൾ ഹാൾ ടിക്കറ്റിൽ എഴുതാറുള്ളത്. പിന്നെ ആൻസർ കീ നമുക്ക് എക്സാം കഴിഞ്ഞ പാടനെ കിട്ടും കേട്ടോ, അത് സൈലത്തിലില്ലേന്. അപ്പോൾ അത് നമുക്ക് സുഖമാണ്, നമുക്ക് ഇങ്ങനെ PDF ഇങ്ങനെ നോക്കിയിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. നമുക്ക് ആൻസർ കിട്ടുമ്പോൾ അനുസരിച്ച് വെച്ച് വേഗം നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.